ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് ചിലൊരു ചുരങ്ങ വിത്തുണ്ട്. കണ്ട ചുരങ്ങ വിത്ത് കണ്ടില്ലേ? ഇതാ കണ്ട, ഈ ചുരങ്ങ വിത്താണ് ഞാനിപ്പോൾ നടാൻ പോകുന്നത്. ഇത് വർഷകാലം നട്ടാലും ഒരുപാടുണ്ടാവേ. അത് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നടാൻ നോക്കുന്നത്. കണ്ടില്ലേ? ഇത് ഞാനിവിടെ ഇപ്പോൾ ചക്ക മടലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് കണ്ട ബാർപ്പിലെ പായൽപ്പൊടി, പിന്നെ ഇതിൻ്റെ ചപ്പ് കണ്ടാ, ഇതിൻ്റെ ചപ്പ്, പിന്നെ ഈ വേഷം പൂട്ടിൻ്റെ ചപ്പ് ഇല, അതും എല്ലാം ഉണ്ട് ഞാനിവിടെ കൊണ്ടുവച്ചിട്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഇന്നൊന്ന് നല്ലൊരു അടിപൊളിയായിട്ടൊരു കൃഷി ചെയ്യാലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കണ്ടില്ലേ? ഇത് നല്ല അടിപൊളി വളമാണ്. ഈ ബാർപ്പിൻ്റെ അകത്ത് പായൽപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഇത് ഞാനിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോവാ. ഇതിപ്പോൾ കണ്ടില്ലേ? ഇതിൽ നടാൻ നോക്കുന്നത്. ഈ വർഷത്തിൽ നട്ടു കഴിഞ്ഞാൽ ഇതൊരുപാട് വളരും. അതിനാണ് ഞാനിപ്പം വർഷത്തിൽ നടുന്നത്. വർഷത്തിലല്ല, വേനൽക്കാലം നടാ, പക്ഷെ ഞാനിപ്പം വർഷത്തിലാണ് നടുന്നത്. വർഷത്തിൽ നട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ ഒന്നും പണിയെടുക്കുമ്പോഴേ നല്ല ഉഷാറായിട്ട് വരുകയും ചെയ്തോളും. ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല, ഞാൻ ഫാഷൻ ഫ്രൂട്ട് കൊത്തി തറച്ചിട്ടുണ്ട്. അതിൻ്റെ ഇലയായത് കണ്ടില്ല? ഇതേപോലെ ഇതിൻ്റെ അടിയിലിട്ട് കൊടുത്തു. അടിയിലിട്ട് അതിനകത്ത് കുറച്ച് ഈ പാൽപ്പൊടി, ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഞാൻ പാലിൻ്റെ പൊടി അടിച്ചു വരുമ്പോൾ ഇതെല്ലാം കൂടി കിട്ടിയതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഇഷ്ടംപോലെ നട്ടു കൊടുക്കാനുണ്ട്. ഇഷ്ടംപോലെ ഇത് വാരിയിട്ട് കൊടുക്കാനുണ്ട്. പച്ച തലിയുണ്ട്, കരിയിലുണ്ട്, എല്ലാം ഉണ്ട് ഇതിൽ. ഇതെല്ലാം കൂടി മിക്സാണ്. ഞാനിപ്പോൾ ഈ പാൽപ്പൊടി കുറച്ച് ഇങ്ങോട്ടേക്ക് വാരിയിട്ട് തരാല, കാണിച്ചു തരാല. കണ്ടില്ലേ? ഈ പായൽപ്പൊടീൻ്റെ അകത്ത് പൊടി കണ്ട, ഈ പായൽപ്പൊടിയിലാണ് ഞാൻ ഇപ്പം നടുന്നത്. ഇത് ഞാനിപ്പോൾ ഇവിടെ ചെരിഞ്ഞ് കാണിച്ചു തരാം, എന്നാലേ ഇപ്പം നിങ്ങൾക്ക് കാണുള്ളൂ. ഇത് കണ്ടല്ലോ, പായൽപ്പൊടീൻ്റെ അകത്ത് ഇതാണ് പായൽപ്പൊടി. ഇത് കണ്ടല്ലോ, ഇതിനകത്ത് ചപ്പും എല്ലാം കൂടെ ഒന്നരപ്പാടി ആയിപ്പോയി. അതാണ്, കണ്ടില്ലേ? ഈ പായൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ല കൃഷിയായിരിക്കും. അതിനാണ് ഞാനിപ്പം ഈ പായൽപ്പൊടി കൊണ്ടുവന്നത്. ഇതിൻ്റെ മേലെ ബാർപ്പിൻ്റെ മേലെയുള്ള ആ ബാർപ്പിൻ്റെ മേലെ ഉണ്ടാകുന്ന ആ പായലായത് കണ്ടില്ലേ? ഇതേപോലെ ആ പായൽപ്പൊടി ഇട്ടു. ഇതിട്ടിട്ട് ഇനിയിപ്പം ഇതിനകത്ത് എന്തെല്ലാം ഇടുന്ന വെച്ചാൽ, ഇതിനകത്ത് ചക്കമടലും എല്ലാം കൂടി കൂട്ടി മിക്സാക്കി വെച്ച് ഇത് കണ്ടില്ലേ? ചക്കമടൽ കണ്ടില്ലേ? ഇനി കുറച്ച് ചക്കമടലിട്ടെ. ചക്കമടലെല്ലാം നല്ല വളമാണ്. അതുകൊണ്ട് കുറച്ച് അതും ഇടണം. അതിനാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഈ പോട്ടി മിശ്രിതം കുറച്ച് അതും കൂടി എടുക്കുക. പോട്ടി മിശ്രിതം കണ്ടില്ലേ? ഇതേപോലെ മഴ വരുന്നുണ്ട്. അതിലിടക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ്. മഴ പെയ്താൽ ഒരു പൊടി വീഡിയോ എടുക്കാൻ പറ്റൂല. അത് ഞാനിങ്ങനെ കളിച്ചു കൂട്ടുന്നു. കണ്ടില്ലേ? ഇതേപോലെ പോട്ടി മിശ്രിതം നിറച്ചു. ഇതെല്ലാം കൂടി ഞാൻ ആക്കി വെച്ചതാണ്. പോട്ടി മിശ്രിതത്തിൻ്റെ തൈര് ചക്കമടൽ ഞാൻ അണുങ്ങ് വരുന്നതായിട്ട് അതിൻ്റെ ഉള്ളിലാക്കി വെച്ചിന്. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതിലിപ്പോൾ ഞാനൊരു 3 കുരുവാണ് നടുന്നത്. 8 കുരുവേ ഉള്ളൂ. കണ്ടില്ലേ? 3 കുരു അതിൽ നടുന്നു. കണ്ടില്ലേ? ഇതേപോലെ 3 കുരു ഞാൻ നട്ടു. നട്ടു വെച്ചു. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് അതേപോലെ തന്നെ നിറക്കട്ടെ. ഇപ്പം കണ്ടില്ലേ? ഇതേപോലെ ഇതിൻ്റെ അകത്ത് വാരി നിറക്കുക. കണ്ടില്ലേ? ഇതേപോലെ ഇതിൽ വാരി നിറക്കുക. ഇതിൽ കരിയിലുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തെച്ചും കരിയില എല്ലാം ഉണ്ട്. ഇവിടെ നല്ലൊരു വളമാണ് ഇത്. ഇതിൽ പായൽപ്പൊടി ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? പായൽപ്പൊടി ഇട്ട് കൊടുത്തു. ഇപ്പം ഇതെല്ലാം ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഒരുപാട് പോട്ടി മിശ്രിതം വേണ്ട. അത് തന്നെ ഇതിൻ്റെ മെച്ചം, വേറൊന്നല്ല. ഇനിയിപ്പോൾ ഞാൻ ഈ പോട്ടി മിശ്രിതം ഇട്ട് കൊടുക്കും. ചക്കമടലും ഇട്ട് കൊടുക്കട്ടെ. ചക്കമടൽ കുറച്ചേ ഇടുന്നില്ല, ഒരുപാട് ഇടുന്നില്ല, ചെറിയ വേഗല്ലേ. അതുകൊണ്ട് കുറേശ്ശെ എല്ലാവർക്കും കൊടുക്കുക. കുറേശ്ശെ വിചാരിച്ചിട്ടാണ്
ഇത് വേഗം അമ്മിയിട്ട് നല്ല വളമായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിങ്ങനെ നടുന്നത്. വർഷത്തിലാകുമ്പോൾ ഉണ്ടല്ലോ നട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് വളപ്പിലേക്ക് പടന്ന് പോയിക്കോളും. കുറച്ച് മേലോട്ട് എടുത്ത് കൊണ്ടുവച്ചാൽ വെള്ളം നനക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ 3 എണ്ണം കൂടി ഇതിൽ നട്ടെ. ചക്ക മടലത് ഉണ്ടല്ലേ, ഇതേപോലെ ഇത് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി വിത്ത്. അതിന് ഞാൻ അതാണ് ഇപ്പം നടാൻ നോക്കിയത്. ഇനിയിപ്പോൾ ഇതിൽ കൂടിയിട്ട് 3 എണ്ണത്തിലായി ഇപ്പം നടുന്നു. ഇതിപ്പം കണ്ടല്ലോ. ഇതേപോലെ ഈ പച്ചില ആദ്യം കരിയില ആദ്യം വാരിയിടട്ടെ. കരിയില അടിയിൽ, കരിയില എല്ലാം ഒപ്പരായിപ്പോയി. കരിയിലയും പച്ചിലയും എല്ലാം ഒപ്പരായി, എന്നാലും സാരമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ ഇതിനകത്ത് വാരിയിട്ടിട്ട് എന്താ ഇതേപോലെ ഈ പാൽപ്പൊടി എന്നെ ഒരുപാട് അടിച്ച് കൊണ്ടുവരാനുണ്ട്, അടിച്ചു വാരി കൊണ്ടുവരാനുണ്ട്. മഴ പെയ്യുന്നിടക്ക് കൊണ്ടുവരണം. അതിനാണ് ഞാനിപ്പോൾ ഇതിവിടെ ഈ പാൽപ്പൊടി ഇട്ടു. ഇതിനകത്ത് പാൽപ്പൊടിയും ഇട്ടു. ഇനിയിപ്പോൾ കുറച്ചും കൂടി ചപ്പ് വാരി ഇട്ടേക്കാം. ഉണ്ടാ ചപ്പുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് ചപ്പ്. അപ്പോൾ അതിനിപ്പോൾ അത് തേച്ചും തറച്ചിട്ട് നമുക്ക് ചപ്പാത്തി വീണല്ല തേച്ചും തറച്ചിട്ട് വാരിയിടണം. അതാണ് ഇനിയിപ്പം ഈ തോല് തേച്ചും തറച്ച് കൂട്ടി വെക്കണം. എന്നാലെന്ന് വെച്ചാൽ നമുക്ക് വേഗം നടാൻ കഴിയും. ഇത് ചക്കമടലാണേ, കണ്ടില്ലേ, ചക്കമടൽ കണ്ടില്ലേ. ഇതേപോലെ ചക്കമടലും ഇട്ട് കൊടുത്തു. ഇനിയിപ്പം ഈ പോട്ടി മിശ്രിതം ഇടാം. ഉണ്ടല്ലേ, ഇത് വേഗം വളാവും. ഇതിനകത്ത് ഞാൻ കുറച്ചും കൂടി വളമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും ആട്ടും വെള്ളവും എല്ലാം കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നാവട്ടെ വെച്ചിട്ട്, എന്നാൽ നമ്മൾ വേഗം അന്തിയോളം കൊടുക്കണ്ടല്ലോ. ഇപ്പോൾ ഇത് കൂടി ഇട്ട് കൊടുത്തിട്ടാ. ഇതിപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, ഇതിപ്പം 2 എണ്ണം അതിലുള്ളൂ. ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ 3 ബാഗിൽ നട്ടു. ഇനിയിപ്പം 3 ബാഗിലാണ് നട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരുപാട് പണിയുണ്ട്. ഇതെല്ലാം തോലെല്ലാം തറച്ച് കൂട്ടണം. ആ തോലെല്ലാം തറച്ചിട്ട് ഞാൻ കൂട്ടണം. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. തരിക്കുമ്പോൾ തറച്ച് കൂട്ടുന്ന നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത്. ആ തോല് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തറച്ചിട്ട് ഇവിടെ കൂട്ടി വെക്കണം. ഒരുപാടുണ്ട് തോല്, അത് മുഴുവനും. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ കണ്ട. നിങ്ങൾ കണ്ടില്ലേ, 3 എണ്ണം നട്ട് വെച്ചിട്ട് കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരുക. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് എൻ്റെ വിജയം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടണം എന്ന് എനിക്ക് പറയാനുള്ള. ഞാനിപ്പോൾ കണ്ണിന് അസുഖമാണ്, അതുകൊണ്ട് ഞാനിപ്പം ലൈവ് ഇടുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് കണ്ണ് ഭയങ്കര വേദനയുണ്ട്. ഒരാഴ്ച കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പിന്നെ ലൈവ് ഇടുന്നു. എൻ്റെ മാറിയാൽ മാത്രമേ ലൈവ് ഇടുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് പറയാനില്ല. ഓരോരാളോടും എനിക്ക് പ്രത്യേകം പറയാൻ കഴിയില്ല. ആരും ലൈവിൽ വരാനും കഴിയില്ല. കുറേ സമയം ഫോൺ നോക്കണ്ടേ, അന്നേരം വേദന. ഇതിപ്പം വീഡിയോ ആകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ തുറന്നാടെ വെച്ചാലെങ്കിലും പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടല്ലേ കൂട്ടി ആക്കണ്ടു. അതുകൊണ്ടാണ് വീഡിയോ കാണാമെന്ന് മാത്രം പറഞ്ഞത്. പിന്നെ തീരെ ഇല്ല ഞാൻ നമുക്ക് വിഷമമല്ലേ. ഇനിയിപ്പോൾ ഇത്തിരി ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് കൂടും. പിന്നെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.